Class 5, Chapter 10, एक दिन की बादशाहत. Before starting the video, if you want more videos, please write which class and chapter name in comment box. Lesson തുടങ്ങാം. ബാദ്ഷാഹത്ത്. ബാദ്ഷാഹത്ത് എന്ന് വെച്ചാൽ കിങ്ഹുഡ്. അതായത് രാജാവ് തൻ്റെ ഇഷ്ടപ്രകാരം അത് ഇഷ്ടത്തിനനുസരിച്ച് ഉത്തരവിടുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനുസരിക്കണം. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിനെയാണ് ബാദ്ഷാഹത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് ഈ ലെസണിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഒരു ദിവസത്തിന് വലിയ ആൾക്കാരെ പോലെ പെരുമാറാനുള്ള ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യും എന്നാണ് ഈ ലെസണിൽ നമുക്ക് നോക്കേണ്ടത്. आरिफ सलीम चलो फ़ौरन सो जाओ, अम्मी की आवाज़ ऐन उस वक्त आती थी जब वे दोस्तों के साथ बैठे कव्वाली गा रहे होते थे. ആരിഫും സലീമും എന്ന രണ്ട് കുട്ടികളാണ്. അവരെ അമ്മ എഴുന്നേൽപ്പിക്കുകയാണ്. ആരിഫ് സലീം ചലോ ഫോറൻ സോ ജാओ, എണീപ്പിക്കല്ല, ഉറക്കാണ്, വേഗം ഉറങ്ങിക്കോ. ഏൻ ഉസ് വക്ത്, അതായത് അതേ സമയത്താണ് ഏത് സമയത്ത് അവർ കൂട്ടുകാരുടെ ഒപ്പം കവ്വാലി എന്ന് പറഞ്ഞ സംഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അവരുടെ അടുത്ത് പറയണേ വേഗം തന്നെ ഉറങ്ങിക്കോ എന്ന്. ഫോറൻ എന്ന് വെച്ചാൽ വേഗം. या फिर सुबह बड़े मज़े से आइसक्रीम खाने के सपने देख रहे होते कि आपा झिंझोड़कर जगा देती. ആപ്പ എന്ന് വെച്ചാൽ ചേച്ചി, ജിഞ്ചോഡ്കർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇളക്കിയിട്ട് എണീപ്പിക്കും. ഒന്നുകിൽ രാത്രി കവ്വാലി പാടുമ്പോൾ അമ്മ ഉറങ്ങാൻ പറയും, അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഐസ്ക്രീം കഴിക്കണ സ്വപ്നം കാണുമ്പോൾ ചേച്ചി വേഗം തന്നെ ഇളക്കിയിട്ട് എണീക്കാൻ പറയും. എന്താ പറയുക? ജൽദി ഉഠോ സ്കൂൾ കാ വക്ത് ഹോ ഗയാ ഹൈ, വേഗം എണീക്ക്, സ്കൂളിൻ്റെ സമയമായിന്ന്. दोनों की मुसीबत में जान थी. രണ്ടാൾക്കും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഹർ വക്ത് പാബന്തി, ഹർ വക്ത് തക്രാർ. പാബന്തി എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ്, ഹർ വക്ത് തക്രാർ എന്ന് വെച്ചാൽ വഴക്ക്. എല്ലാ നേരവും എല്ലാത്തിനും ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഇത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, അല്ലെങ്കിൽ എല്ലാ നേരവും വഴക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്നി മർസി സെ ചൂ ബീന കർ സക്തേ ഥേ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു വാക്ക് പോലും മിണ്ടാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. कभी आरिफ को गाने का मूड आता तो भाईजान डांटते, चुप होता है या नहीं. ആരിഫിന് എപ്പോഴെങ്കിലും പാട്ട് പാടാനുള്ള ഒരു മൂഡുണ്ടെങ്കിൽ അവൻ്റെ ഏട്ടൻ എങ്ങനെയാ പറയുക, മിണ്ടാണ്ടൊന്നിരിക്കുന്നുണ്ടോ. ഹർ വക്ത് മേണ്ടക് കി തറ ടറായെ ജാത്താ ഹെ. മേണ്ടക് എന്ന് വെച്ചാൽ ഫ്രോഗ്, തവളയെ പോലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ ഏട്ടൻ അവനെ ചീത്ത പറയും. ബാഹർ ജാവോ തോ അമ്മി പൂച്ച്തി ബാഹർ ക്യോं ഗയേ. വെളിയിൽ പോയി കഴിഞ്ഞാൽ അമ്മ ചോദിക്കും എന്തിനാ വെളിയിൽ പോയിരിക്കണേ. അന്തർ രഹത്തെ, ഉള്ളിലിരുന്നാലോ. തോ ദാദി ചില്ലാത്തി, അപ്പോൾ മുത്തശ്ശി ഒച്ച വയ്ക്കും. ഹായ് മേരാ ദിമാഗ് ഫട്ടാ ജാ രഹാ ഹേ ഷോർ കെ മാരെ. ഇവരുടെ ഒച്ച കാരണം എൻ്റെ തല പൊട്ടിപ്പോകുമെന്നാണ് തോന്നുന്നത്. അരി റസിയ സറ ഇൻ ബച്ചോं को ബാഹർ ഹാങ്ക് ദേ. റസിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരാണ്. അമ്മടുത്ത് മുത്തശ്ശി പറയാണ് ഇവരെ ഒന്ന് വിളിച്ച് കൊണ്ടുപോവോ. ജैसे बच्चे ना हुए मुर्गी के चूजे हो गए. मुर्गी के चूजे എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടികളെ പോലെ, കുട്ടികളല്ലാണ്ട് കോഴിക്കുട്ടികൾക്ക് നമ്മൾ ശബ്ദം വെക്കുന്ന പോലെ ചെയ്യാനാണ് ആ മുത്തശ്ശി പറയുന്നത്. दोनों घंटों बैठकर इन पाबंदियों से बच निकलने की तरकीबें सोचा करते. രണ്ടുപേരും മണിക്കൂറുകളോളം ഈ റെസ്ട്രിക്ഷൻസിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. ഉൻ ദോനോ സേ തോ സാരെ ഘർ കോ ദുശ്മനി ഹോ ഗയി ഥി. അവർ രണ്ടാളെയും വെച്ച് എല്ലാവർക്കും ഒരു വെറുപ്പ് പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലിഹാസ ദോനോ നെ മിൽക്കർ ഏക് യോജന ബനായി. അത് കാരണം, ലിഹാസ പറഞ്ഞ അത് കാരണം, ഇസ്ലിയെ രണ്ടാളും കൂടി ഒരു യോജന എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഉണ്ടാക്കി. ഓർ അബ്ബാ കി ഖിദ്മത്ത് മേ ഏക് ദർഖ്വാസ്ത് പേഷ് കി. ഖിദ്മത്ത് എന്ന് വെച്ചാൽ അച്ഛൻ്റെ മുമ്പിൽ ഒരു ദർഖ്വാസ്ത് പറഞ്ഞ ഒരു റിക്വസ്റ്റ് അവർ കൊടുത്തു. कि एक दिन उन्हें
बड़ों के सारे अधिकार दे दिए जाए और सब बड़े छोटे बन जाए. ഒരു ദിവസം ഞങ്ങൾ വലിയവരുടെ പോലെ ഒരു അധികാരം കിട്ടാനും അതേ സമയത്ത് വലിയവർ ചെറിയവരെ പോലെ ചെയ്യാനും ഉള്ള ഒരു റിക്വസ്റ്റ് അച്ഛൻ്റെ മുമ്പിൽ അവർ പറഞ്ഞു. कोई ज़रूरत नहीं है ഉധം മച്ചാനയ്ക്ക്. ഉധം എന്ന് വെച്ചാൽ ഷോർ, അതായത് ഒച്ച വയ്ക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അമ്മീനെ അപ്നി ആദത് കെ അനുസാർ ഡാണ്ട് പിലായി. അമ്മ എന്നത്തെയും പോലെ ഈ കാര്യം കേട്ടപ്പോൾ ഒച്ച വെച്ചു. लेकिन अब्बा जाने किस मूड में थे कि न सिर्फ मान गए बल्कि यह इकरार भी कर बैठे कि कल दोनों को हर किस्म के अधिकार मिल जाए. അമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ എന്ത് മൂഡിലാണ് ഇരിക്കുന്നത് അറിഞ്ഞില്ല. ഇവർ പറഞ്ഞ കാര്യം തന്നെ അവർ വേഗം തന്നെ മാനിക്കുകയും ചെയ്തു. എന്നിട്ട് ഇക്രാർ പറഞ്ഞ വേറൊരു കാര്യം കൂടി പറഞ്ഞു. നാളെ എല്ലാ വിധത്തിലും ഇവർക്ക് വലിയവരെ പോലെ ഒരു അധികാരം കിട്ടട്ടെ എന്ന്. अभी सुबह होने में कई घंटे थे कि आरिफ ने अम्मी को झिंझोट डाला. अम्मी जल्दी उठिए, नाश्ता तैयार कीजिए. അടുത്ത ദിവസം രാവിലെ പുലർച്ചെ ആവാൻ കുറച്ച് മണിക്കൂറുകളും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആരിഫ് പോയി അമ്മയെ വേഗം തന്നെ എഴുന്നേൽപ്പിച്ചു. എന്ത് പറഞ്ഞിട്ട്? അമ്മ വേഗം എണീക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ട്. നാശ്ത പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. अम्मी ने चाहा एक झांपड़ रसीद करके सो रहे. അമ്മയുടെ വിചാരം ഒരു ഝാപ്പഡ് റസീദ്ന എന്ന് വെച്ചാൽ ഝാപ്പഡ് അടി, റസീദ്ന പറഞ്ഞാൽ അടി കൊടുക്കുക, മാർക്കർ. ഒരു വീശിയൊരു അടി കൊടുത്തിട്ട് പിന്നെയും കിടന്നുറങ്ങാനുള്ള മനസ്സുണ്ടായിരുന്നു. മഗർ യാദായ കി ആജ് തോ ഉൻകെ സാരെ അധികാർ ഛീനെ ജാ ചുക്കേ ഹേ. പക്ഷേ പിന്നീടാണ് ഓർമ്മ വന്നത്. എന്തെന്ന് വെച്ചാൽ ഇന്നൊരു ദിവസത്തിന് അവരുടെ എല്ലാ അധികാരവും പോയി എന്ന്. फिर दादी ने सुबह की नमाज पढ़ने के बाद दवाएं खाना और बादाम का हरीरा पीना शुरू किया. എന്നിട്ട് മുത്തശ്ശി രാവിലെ എണീച്ച് നമാസ് വായിച്ചു കഴിഞ്ഞിട്ട് മരുന്നുകൾ കഴിച്ചു. എന്നിട്ട് ബദാമിൻ്റെ ഹരീര, ഒരു ജ്യൂസ് പോലത്തെ ഒരു കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ആരിഫിനെ ഉനെ റോക്ക. അപ്പോൾ ആരിഫ് അവരെ മന ചെയ്തിട്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. തോബാ ഹെ ദാദി, കിത്നാ ഹരീര പിയെങ്കി ആപ് പേട്ട് ഫട്ട് ജായേഗ. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ എത്രയാ കുടിക്കുന്നത്? ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വയറ് പൊട്ടിപ്പോവുമെന്ന്. ഓർ ദാദീനെ ഹാത്ത് ഉഠായ മാർനെ കേലി. എന്നിട്ട് മുത്തശ്ശി ഇത് കേട്ടതും മുത്തശ്ശി അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി. നാശ്ത. പക്ഷെ പിന്നീടാണ് മുത്തശ്ശിക്കും ഓർമ്മ വന്നത് ഇന്നങ്ങനെ പറ്റില്ലല്ലോ എന്ന്. നാശ്ത മേജ് പർ ആയ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കൊണ്ടുവച്ചു. तो आरिफ ने ഖാൻ സാമാസെ കഹ. അവിടുത്തെ ഖാൻ സാമ എന്ന് വെച്ചാൽ കുക്ക്. അവിടെ അത് ഭക്ഷണം ഉണ്ടാക്കിയ ആളുടെ അടുത്ത് ആരിഫ് പറഞ്ഞു, अंडे और मक्खन वगैरह हमारे सामने रखो, दलिया और दूध बिस्कुट इन सबको दे दो. അണ്ടേ ഓർ മഖൻ, മുട്ടയും ബ്രെഡും എല്ലാം നമ്മളുടെ മുമ്പിൽ വെക്കൂ. ഇവരുടെ മുമ്പിൽ ദലിയ, പാല്, ബിസ്കുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയവരുടെ മുമ്പിലും വെച്ചോളൂ. ആപ്പാനെ കെഹർ ഭരി നസറോസെ ഉനെ ഘൂറ. ചേച്ചി ദേഷ്യത്തിൽ അവരെ തുറച്ചു നോക്കി. മഗർ ബേബസ് തി. പക്ഷേ ഹെൽപ്ലെസ്നെസ് ആയിരുന്നു, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ക്യോങ്കി റോജ് കി തറ ആജ് വേ തർ മാൽ അപ്നെ ലിയെ നഹി രഖ് സക്തി തി. തർ മാൽ എന്ന് വെച്ചാൽ ഹൽവ, പൂരി, മിഠായി അങ്ങനത്തെ ഒരു മധുര പലഹാരത്തിനെയാണ് തർമാൽ എന്ന് പറഞ്ഞത്. എന്നത്തെയും പോലെ ചേച്ചിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സബ് ഖാനെ ബൈഠെ തോ സലീമിനെ അമ്മി കോ ടോക്ക. എല്ലാവരും കഴിക്കാനിരുന്നപ്പോൾ സലീം അമ്മടുത്ത് ഒരു കാര്യം പറഞ്ഞു. അമ്മി ज़रा अपने दांत देखिए, പാൻ ഖാനെ സെ കിത്നെ ഗന്ധേ ഹോ രഹേ ഹേ. അമ്മ ഒന്ന് പല്ല് കാണിച്ചു തരൂ, പാൻ കഴിച്ചിട്ട് എന്തൊരു ചീത്തയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മേ തോ ദാന്ത് മാൻ ചുക്കി ഹൂ. അമ്മീനെ ടാൽന ചാഹ. ടാൽന എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, ഞാൻ പക്ഷേ ബ്രഷ് ചെയ്തതാണല്ലോ. നഹി ചലിയേ ഉഠിയേ. അമ്മി നിവാല തോട് ചുക്കി തീ. അമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുക്കുമ്പോഴേക്കും സലീം പറഞ്ഞു, വേണ്ട, എണീക്കൂ. മഗർ സലീം നെ ജബർദസ്തി കന്താ പക്കടുക്കർ ഉനെ ഉഠാ ദിയ. പക്ഷേ സലീം അവരെ വേണം വെച്ച് അവിടുന്ന് എണീപ്പിച്ചു. അമ്മി കോ ഗുസൽ ഖാനെ മേ ജാത്തെ ദേഖ് കർ
सब हंस पड़े. ഗുസൽഖാനെ പറഞ്ഞ ബാത്റൂം. അമ്മ ബാത്റൂം പോണ കണ്ടിട്ട് എല്ലാവർക്കും ചിരി വന്നു. ജैसे रोज സലീം को ജബർദസ്തി ഭഗാ കെ ഹസ്തേ थे. സലീമിനെ എന്നും ഇവർ ഇങ്ങനെ ചെയ്തിട്ട് ചിരിക്കണ പോലെ തന്നെയാണ് ഇന്ന് അമ്മ പോയപ്പോൾ ഇവരൊക്കെ ചിരിച്ചത്. ഫിർ വേ അബ്ബാക്കി തറഫ് മുട. എന്നിട്ട് അവൻ അച്ഛൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ജറ അബ്ബാക്കി ഗത്ത് ദേഖിയേ. ഗത്ത് പറഞ്ഞാൽ ഹാലത്ത് അല്ലെങ്കിൽ അബ്ബയുടെ കോലം നോക്കൂ. അച്ഛൻ്റെ കോലം ഒന്ന് നോക്കിയേ. ബാൽ ബഡേ ഹേ, മുടി വലിയതായല്ലോ. ഷേവ് നെഹി കി, ഷേവും ചെയ്തിട്ടില്ലല്ലോ. കൽ കപ്പടെ പെഹനെ थे और आज इतने മേലെ കർ ഡാലേ. ഇന്നലെയല്ലേ വസ്ത്രം ഇട്ടത് അല്ലെങ്കിൽ പുതിയ തുണി ഇട്ടത്, അപ്പോഴേക്കും ഇന്ന് അതിനെ ചീത്തയാക്കിയല്ലോ. ആഖിർ അബ്ബാ കേലിയെ കിത്നി കപ്പടെ ബനായെ ജായെങ്കെ. എത്ര തുണികളാണ് അച്ഛന് വേണ്ടി തുന്നേണ്ടത്? യെ സുൻകർ അബ്ബാക്ക ഹസ്തേ ഹസ്തേ ബുറാ ഹാൽ ഹോ ഗയാ. ഇത് കേട്ടതും അച്ഛൻ ചിരിച്ച് വല്ലാണ്ട് അങ്ങോട്ട് ചിരി വന്നു. ആജ് യേ ദോനോ കേസി സഹി നിക്കൽ ഉത്താർ രഹേ ഥേ സബ്കി. എല്ലാവരും പറയണ പോലെ അതേപോലെ കോപ്പി കേട്ടായിട്ടാണ് കുട്ടികൾ പറയണത്. മഗർ ഫിർ അപ്നെ കപ്പടെ ദേഖ് കർ വഹ് സച്ച് മുച്ച് ശർമിന്ദ ഹോ ഗയേ. പക്ഷേ പിന്നെയും എല്ലാവരെയും സ്വന്തം തന്നെ അച്ഛൻ തൻ്റെ തുണി കണ്ടിട്ട് ഒരു നാണക്കേട് പോലെ അച്ഛന് തോന്നി. थोड़ी देर बाद जब अप्पा अपने दोस्तों के बीच बैठे अपनी नई गज़ल लहक लहक कर सुना रहे थे. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ തൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഇരുന്നിട്ട് ലെഹക് ലെഹക്കർ പറഞ്ഞ സന്തോഷത്തോടെ ഗസൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തോ ആരിഫ് ഫിർ ചില്ലാനെ ലഗ ബസ് കീജിയെ അബ്ബ ഫോറൻ ഓഫീസ് ജായിയെ 10 ബജ് ഗയേ. അപ്പോൾ ആരിഫ് ഒച്ച വെച്ചു, മതി അച്ഛ, വേഗം ഒന്ന് ഓഫീസിൽ പോവോ, 10 മണി ആയി. ചൂ ചൂ ചുപ് അബ്ബ ഡാൻത്തെ ഡാൻത്തെ റുക് ഗയേ. അച്ഛൻ ഇത് കേട്ടതും ഒച്ച വെച്ച് അബ്ബാജാൻ ഒച്ച വെച്ചിട്ട് ചീത്ത പറയാൻ തുടങ്ങി. പക്ഷെ അപ്പം തന്നെ നിന്നു. बेबसी से गज़ल की अधूरी पंक्ति दांतों में दबाए പാവ് പട്ടക്തെ ആരിഫ് കെ സാത്ത് ഹോലിയെ. അപ്പോഴാണ് അച്ഛന് മനസ്സിലായത് ഇന്ന് ഇങ്ങനെ ചീത്ത പറയാനൊന്നും പറ്റില്ലല്ലോ, ഇന്ന് അവരുടെ ദിവസമാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഗസൽ പാടിക്കൊണ്ടിരിക്കണേൻ്റെ അത് തന്നെ നിർത്തിയിട്ട് ദാന്തോമേ ദബായെ. ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ദാന്തോമേ ദബായെ. പാവ് പട്ടക്തെ പറഞ്ഞാൽ ദേഷ്യത്തോടെ ആരിഫിൻ്റെ കൂടെ പോയി. रज़िया ज़रा मुझे 5 रुपये तो देना. अब्बा दफ्तर जाने को तैयार होकर बोले. റസിയ എന്നത് ഭാര്യയുടെ പേരാണ്. അപ്പോൾ അവരുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കുട്ടികളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് 5 രൂപ വേണം, ഓഫീസിൽ പോകുമ്പോൾ പറഞ്ഞതാണ്. 5 रुपये का क्या होगा, कार में पेट्रोल तो है. आरिफ ने തുനക്കർ അബ്ബാ ജാൻ കി നക്കൽ ഉതാരി. തുനക്കർ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ. അത് കേട്ടതും ആരിഫ് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, 5 रुपये का क्या होगा, 5 രൂപയെ കൊണ്ട് എന്താ ആവുക, കാർ മേ പെട്രോൾ തോ ഹേ, കാറിൽ പെട്രോൾ ഓൾറെഡി ഉണ്ടല്ലോ. जैसे अब्बा कहते थे है कि इकन्नी का क्या करोगे, जेब कर्ज तो ले चुके. അച്ഛൻ എന്നും ഈ കുട്ടികളുടെ അടുത്ത് പറയണ പോലെ തന്നെയാണ് കുട്ടി ഇന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അച്ഛൻ എന്താണ് എന്നും പറയണത്, ഇക്കന്നി പറഞ്ഞാൽ ഏക് ആന, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൈസയുടെ കണക്കാണ് ഏക് ആന. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ജേബ് ഖർച്ച്, പോക്കറ്റ് മണി എടുത്തു കഴിഞ്ഞല്ലോ. थोड़ी देर बाद खानसामा आया. ബേഗം സാഹബ് ആജ് ക്യാ പക്കേഗ. കുക്കു വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു അവരുടെ അമ്മയുടെ അടുത്ത്, എന്താണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ആലു ഗോഷ്ത് കബാബ് മിർച്ചോं का सालन. അമ്മീനെ അപ്നി ആദത് കെ അനുസാർ കേനാ ശുരു കിയ. എന്നും ഉണ്ടാക്കണ പോലെ തന്നെ അമ്മ പറഞ്ഞു, ആലു അതായത് ഉരുളക്കിഴങ്ങ്, ഗോഷ്ത് അതായത് നോൺ വെജ് മട്ടൻ, കബാബ് അത് നിങ്ങൾക്കറിയാലോ, മിർച്ചോങ്ക സാലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസാല കൂടിയ ഒരു വിഭവമാണ്. മിർച്ച് പറഞ്ഞാൽ മുളകിൻ്റെ ഒരു മസാലദാർ ഒരു സബ്ജിയാണ്. നഹി ആജ് യേ ചീജെ നഹി പക്കേഗി. അപ്പോൾ സലീമിനെ കിതാബ് റക്കർ അമ്മയ്ക്ക് നക്കൽ ഉതാരി. അപ്പോൾ പുസ്തകങ്ങളൊക്കെ മാറ്റിയിട്ട് സലീം അമ്മ പറയണ പോലെ തന്നെ പറഞ്ഞു, ഇല്ല ഇത് ഇന്നൊന്നും ഉണ്ടാക്കില്ല. ആജ് ഗുലാബ് ജാമുൻ ഗാജർ കാ ഹൽവ ഓർ മീഠെ ചാവൽ പക്കാവോ. ഇന്ന് ഗുലാബ് ജാമുൻ, ഗാജറിൻ്റെ ഹൽവ അതായത് ക്യാരറ്റ് ഹൽവ, പിന്നെ മീഠ ചാവൽ മധുരമുള്ള ചാവൽ അരി ചോറുണ്ടാക്കൂ.
लेकिन मिठाइयों से रोटी कैसे खाई जाएगी? പക്ഷേ മധുരം കൊണ്ട് എങ്ങനെയാണ് റൊട്ടി കഴിക്കാൻ പറ്റുന്നത്? അമ്മ കിസി തര സബ്ർ നാ കർ സക്കി. ഇത് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കേട്ടതും അത് തിരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് റിപ്ലൈ ചെയ്തു. എങ്ങനെയാണ് മധുരം കൊണ്ട് നമ്മൾ റൊട്ടി കഴിക്കുക? जैसे हम रोज़ सिर्फ मिर्चों के सालन से खाते हैं, दोनों ने एक साथ कहा. ആരിഫും സലീമും ഒരുമിച്ച് തന്നെ പറഞ്ഞു, എങ്ങനെയാണോ നമ്മൾ റൊട്ടി എന്നും മുളകിൻ്റെ ആ സബ്ജി കൊണ്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ. दूसरी तरफ दादी किसी से तू मैमे किए जा रही थी. വേറൊരു സൈഡിൽ ദാദി മുത്തശ്ശി ആരുടെ അടുത്ത് തൂത്തു മേമേ പറഞ്ഞ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓഫോ ദാദി तो शोर के मारे दिमाग पिघलाए दे रही है. ദിമാഗ് പിഘലാന പറഞ്ഞാൽ ഭയങ്കര പരേശാൻ ചെയ്യുക, അതായത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഇവരുടെ കുട്ടികൾ പറഞ്ഞു, ഓ ഈ മുത്തശ്ശി എന്തൊരു ഒച്ചയാണ് വെക്കണത്. കുട്ടികളെക്കുറിച്ച് മുത്തശ്ശിയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഇന്ന് കുട്ടികളും മുത്തശ്ശിയുടെ അടുത്ത് പറയാണ്, എന്തൊരു കഷ്ട, എത്രയോ ഒച്ച വെക്കണത്. ആരിഫ് ने दादी की तरह दोनों हाथों में सिर थाम कर कहा. രണ്ടാളും ആരിഫ് മുത്തശ്ശിയെ പോലെ തന്നെ തലയിൽ കൈ വെച്ചിട്ടാണ് ഈ ഡയലോഗ് പറഞ്ഞത്. इतना सुनते ही दादी ने चीखना चिल्लाना शुरू कर दिया कि आज ये लड़के मेरे पीछे पंजे झाड़ के पड़ गए हैं. पंजे झाड़कर पड़ना എന്ന് വെച്ചാൽ എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നാലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇത് കേട്ടതും മുത്തശ്ശി ഒച്ച വെച്ച് പറയുകയാണ്, ഓ ഈ കുട്ടികൾ ഇന്ന് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ, പിന്നാലെ കൂടിയിരിക്കുകയാണല്ലോ. മഗർ അബ്ബാക്കെ സംജാനെ പർ ഖൂൻ കാ ഘൂട്ട് പീക്കർ രഹ ഗയി. ഖൂൻ കാ ഘൂട്ട് എന്ന് വെച്ചാൽ ദേശഭാവം മാറ്റി. അച്ഛൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴേക്കും മുത്തശ്ശി ആ ദേശം ഒന്ന് മാറ്റിവെച്ചു. कॉलेज का वक्त हो गया तो भाईजान अपनी सफ़ेद कमीज़ को आरिफ सलीम से बचाते दालान में आए. കോളേജ് സമയമായപ്പോഴേക്കും അവരുടെ ഏട്ടൻ വെളുത്ത കുർത്ത ഇട്ടിട്ട് കുട്ടികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ദാലാൻ അതായത് വരാന്തയിലേക്ക് വന്നു. അമ്മി ഷാം കോ മൈ ദേർ സെ ആऊंगा दोस्तों के साथ फिल्म देखने जाना है. അമ്മ ഞാൻ വൈകിട്ട് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, കൂട്ടുകാരുടെ കൂടെ സിനിമ കാണാൻ പോവാണ്. ഖബർദാർ ആരിഫിനെ ആംഖി നിക്കാൽക്കർ ഉന്നെ ധംകായ. ഇന്ന് ആരിഫ് വലിയ ആളാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് മാറ്റിയിട്ട് ചീത്ത പറഞ്ഞു. കോയി ജറൂരത്ത് നെഹി ഫിലിം ദേഖ്നേക്ക്. ഒരു ആവശ്യമില്ല മൂവി കാണാനുള്ളത്, സിനിമ കാണാൻ പോണത്. ഇംതിഹാൻ കരീബ് ഹെ. ഇംതിഹാൻ എന്ന് വെച്ചാൽ എക്സാംസ് വളരെ അടുത്ത് തന്നെയുണ്ട്. और हर वक्त सैर सपाटों में घूम रहते हैं आप. എല്ലാ നേരവും ഈ സേർ സപ്പാട്ട് പറഞ്ഞാൽ കറങ്ങുക, എല്ലാ നേരവും കറങ്ങാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പെഹലെ തോ ഭായിജാൻ ഏക് കരാറ ഹാത്ത് മാർനെ ലപ്കെ. ആദ്യം ഏട്ടൻ വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് കൈ ഓങ്ങാൻ തുടങ്ങി. പക്ഷേ ഫിർ കുച്ച് സോച്ച്കർ മുസ്കുരാ പടേ. പക്ഷേ എന്തോ വിചാരിച്ചിട്ട്, അതായത് ചെറിയ കുട്ടികളിൽ നിന്ന് വലിയ ആൾക്കാരാണല്ലോ, അത് വിചാരിച്ചിട്ട് ഒന്ന് ചിരിച്ചു. ലേക്കിൻ ഹുസൂരെ ആലി दोस्तों के साथ खाकसार फिल्म देखने की बात पक्की कर चुके हैं. പക്ഷേ കൂട്ടുകാരുടെ കൂടെ ഖാക്സാർ പറഞ്ഞ ഈ പാവപ്പെട്ട മനുഷ്യൻ, അതായത് വെറുതെ കളിയാക്കണ പോലെ തന്നെയാണ് ഏട്ടനും പറയണേ, കൂട്ടുകാരുടെ കൂടെ ഈ പാവപ്പെട്ട മനുഷ്യൻ സിനിമ കാണാൻ പോകേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇസ്ലിയെ ഇജാദത്ത് ദേനേക്ക് മെഹർബാനി കീ ജായേ. ഇജാസത്ത് എന്ന് വെച്ചാൽ പെർമിഷൻ, അത് കാരണം ഒന്ന് പെർമിഷൻ തരൂ പ്ലീസ്. ഉന്നോനെ ഹാത്ത് ജോഡ് കെ കഹ. കൈ കൂപ്പിയിട്ടാണ് ഏട്ടൻ അനിയന്മാരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ബനാ കരേ ബസ് മേനെ ഏക് ബാർ കഹ് ദിയ. അപ്പോൾ എന്താ പറയുക, അവരുടെ അടുത്ത് നോ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ. ഉസ്നെ ലാപ്പർവാഹിസെ കഹ. അനിയൻ കുട്ടികൾ ഒരു മൈൻഡും കൂടി ചെയ്യാണ്ട് ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി. ഓർ സോഫെ പർ ദറാസ് ഹോക്കർ അക്ബർ ദേഖ്നെ ലഗെ. ദറാസ് എന്ന് വെച്ചാൽ കാലൊക്കെ നീട്ടിയിട്ട് പേപ്പർ റീഡ് ചെയ്യാൻ തുടങ്ങി. ഉസി വക്ത് ആപ്പ ഭി അപ്നെ കമറേ സെ നിക്ലി. അപ്പോൾ തന്നെയാണ് ചേച്ചിയും റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നത്. एक निहायत भारी साड़ी में लचकती लटकती बड़े ठाट से कॉलेज जा रही थी. ഒരു നിഹായത്ത് ഭാരി പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വർക്കുള്ള ഒരു സാരി ഉടുത്തിട്ട്
നിഹായത്ത് സാരി ലച്ചക്തി എല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് എന്താ പറയുക ഠാട്ട് ഭയങ്കര പ്രൗഢിയോടെ കോളേജ് പോവായിരുന്നു ഭയങ്കര സ്റ്റൈലായിട്ട്. ഉസി വക്ത് ആപ്പ അഭി അപ്നെ കമരെ സെ निकली. ओके. आप സലീം ने बड़े गौर से आपा का मुआयना किया. സലീം ഭയങ്കര വല്ലാത്തൊരു നിരീക്ഷണം മുആയന പറഞ്ഞ ഭയങ്കര നിരീക്ഷിച്ചിങ്ങനെ നോക്കി ചേച്ചിയെ. ഇത്നി ഭാരി സാരി ക്യോं പഹനി, ഇന്നെന്തിനാ ഇത്രയ്ക്ക് എന്താ ഭയങ്കര വർക്കുള്ള സാരിയൊക്കെ ഇട്ടിരിക്കണത്. ഷാം തക് ഘാരത് ഹോ ജായേഗി. ഘാരത്ത് എന്ന് വെച്ചാൽ ചീത്തയായി പോവും, വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ചീത്തയായി പോവും. ഇസ് സാഡി കോ ബദൽ കർ ജായിയെ. ഈ സാഡിയൊന്നും ഇടേണ്ട ഒരാവശ്യമില്ല, ചേഞ്ച് ചെയ്തിട്ട് വരൂ. ആജ് വേ സഫേദ് വായിൽ കി സാഡി പെഹന. വായിൽ കി സാഡി എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു വെള്ള സാരി ഉടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. അച്ഛാ അച്ഛാ ബഹുത് ദേ ചുക്കേ ഹുക്കും. ആപ്പ ചിടുകൈ. ചേച്ചിക്ക് ഇത് പറഞ്ഞത് ഇഷ്ടമായില്ല. അപ്പോൾ അനിയൻകുട്ടിയുടെ അടുത്ത് പറയാണ്, ഓ ശരി ശരി, കുറേ ആയി നിങ്ങൾ ഓർഡർ ചെയ്യണു. ഹമാരെ കോളേജ് മേ ആജ് ഫംഗ്ഷൻ ഹേ. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഫംഗ്ഷൻ ഉണ്ട്. ഉന്നോനെ സാഡിക്ക് ഷിക്നെ ദുരുസ്ത് കി. ഷിക്കനെ ദുരുസ്ത് പറഞ്ഞാൽ ഈ ഫോൾഡൊക്കെ ഉണ്ടല്ലോ സാരിയിലത്തെ, അതൊക്കെ ഷിക്കനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൾഡ് മാർക്സും ദുരുസ്ത് എന്ന് വെച്ചാൽ ശരിയാക്കി എന്ന്. അപ്പോൾ അവർ ഈ കാര്യം ഇന്ന് കോളേജിൽ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാരിയുടെ ഫോൾഡ് മാർക്കൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നു. ഹുവാ കരേ മേ ക്യാ കഹ് രഹാ ഹൂം സുനാ നഹി. ഓ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ എന്താ പറയണേ അത് കേട്ടില്ലേ. അപ്നി ഇത്നി അച്ചി നക്കൽ ദേക്കർ ആപ്പ ശർമിന്ദ ഹോ ഗയി. ചേച്ചിയും പണ്ട് അനിയൻകുട്ടികളുടെ അടുത്ത് ഇങ്ങനെ തന്നെ പറയണത്. അപ്പോൾ അതിനെ കോപ്പി കാറ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ചേച്ചിക്ക് അത് നാണക്കേടായി തോന്നി. ബിൽക്കുൽ ഇസി तरह तो वह आरिफ और सलीम से उनकी मनपसंद कमीज़ उतरवाकर निहायत बेकार कपड़े पहनने का ഹുക്കും ലഗായ കർത്തി ഹെ. ഇതുപോലെ തന്നെയാണ് ചേച്ചി ആരിഫും സലീമും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് അഴിച്ചു വെച്ചിട്ട് എന്തെങ്കിലും സാധാ ഡ്രസ്സ് ഇട്ടിട്ട് പോകാനാണ് ഓർഡർ കൊടുക്കാറുള്ളത് എന്നും. ദൂസരി സുബ ഹോ ഗയി. അപ്പോൾ അന്നത്തെ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞു. ദൂസരി സുബ രാവിലെയായി. സലീം കി ആങ്ക് ഖുലി. സലീം ഉറങ്ങി എണീച്ചു. तो आपा नाश्ते की मेज सजाए उन दोनों के उठने का इंतज़ार कर रही थी. എന്നും ഈ ചേച്ചി അവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയല്ല ചെയ്യുക. ഇന്ന് പക്ഷേ എപ്പോഴാണ് അവർ എണീക്കണേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. अम्मी खान सामा को हुक्म दे रही थी कि हर खाने के साथ एक मीठी चीज़ ज़रूर पकाया करो. ഇന്ന് അമ്മ ഈ ഒരു ദിവസത്തിന് ശേഷം ഇന്ന് അമ്മ കുക്കിൻ്റെ അടുത്ത് ഓർഡർ കൊടുക്കുകയാണ്, എല്ലാ ഭക്ഷണത്തിൻ്റെയും കൂടെ ഒരു മധുര പലഹാരം എന്തായാലും ഉണ്ടാക്കണം. अंदर आरिफ के गाने के साथ भाईजान मेज का തബ്ല ബജ രഹേ തെ. പണ്ട് ആരിഫ് പാട്ട് പാടുമ്പോൾ എല്ലാവരും നിർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആരിഫ് പാട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ സ്വരച്ചേർച്ചയോടെ തന്നെ ഏട്ടൻ തബല പോലെ ടേബിളിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. और अब्बा सलीम से कह रहे थे, स्कूल जाते वक्त एक चवन्नी जेब में डाल लिया करो, क्या हर्ज है. അബ്ബ അച്ഛൻ സലീമിൻ്റെ അടുത്ത് പറയാണ്, സ്കൂളിൽ പോണ സമയത്ത് എക് ചവന്നി അതായത് 4 അണ അതായത് 25 പൈസ പോക്കറ്റിലിട്ടോളൂ, ഒരു കുഴപ്പവും ഇല്ല എന്ന്.